ശേലാണ്. ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എന്റെ കരളിൻ കരകളെ പുൽകിപ്പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ, ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാരതീരങ്ങൾ. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ, ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാരതീരങ്ങൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനിലാത്തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനിലാത്തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. ഈ പുഴയ്ക്കെന്ത് ശേലാണ്, ഈ പുഴയ്ക്കെന്ത് ശേലാണ്. ഈ കാണുന്ന കാഴ്ചയും കേൾക്കുന്ന ശബ്ദമൊക്കെ എത്ര മനോഹരം അല്ലേ? ചാലിയാർ ചിരിച്ച് ഉല്ലസിച്ച് അറബിക്കടലിനെ പ്രാപിക്കാനുള്ള തിടുക്കം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പുഴകളും കാണുമ്പോൾ അല്ലെങ്കിൽ അത് കടലിൽ ചേരുന്നതിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്. വിശ്വാസികളും ദൈവവും പോലെ, അല്ലെങ്കിൽ വിശ്വാസങ്ങളും ദൈവികതയും പോലെയാണ്. അറബിക്കടൽ ഒരു ദൈവതുല്യമായിട്ടും അതിലേക്ക് ചെന്ന് ചേരുന്ന പല വഴിയിൽ നിന്ന് പുറപ്പെട്ട് പല വഴിയിലൂടെ സഞ്ചരിച്ച് ഒരേ മാർഗത്തിൽ ചെന്ന് ചേരുന്ന വിവിധ മതവിശ്വാസികളുമാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സുപോലെ പ്രകൃതിയുടെ മനസ്സിൻ്റെ പ്രകടമായ ഒരു വികാരമായിരിക്കാം ഈ പുഴയൊഴുക്ക്. ചില സമയത്ത് ശാന്തമായും ചില സമയത്ത് വളരെയധികം ക്രോധത്തോടു കൂടിയും ഭാവഭേദ വ്യത്യാസങ്ങളോടുകൂടി സഞ്ചരിക്കുന്നത് കാണാം. ചിലപ്പോൾ വളരെ ഹൃദ്യമായി നമ്മളെ ആകർഷിക്കുന്ന ചില കാഴ്ചകൾ പുഴയിലുണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് രാത്രികാലങ്ങളിൽ നിലാവുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ ആരും പ്രണയം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരു മൂളിപ്പാട്ട് പാടിപ്പോകുന്ന ഒരു കാഴ്ച, സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് പുഴ തരാറുണ്ട്. ചില സമയത്ത് വിഷാദഭാവത്തോടു കൂടി നമ്മൾ ആ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മോട് സഹകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ എൻ്റെ ദുഃഖം എതിരേൽക്കുന്നത് പോലെ പുഴയോട് ചങ്ങാത്തം കൂടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ പുഴയോരത്തിരുന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ള അനുഭൂതികളായിരിക്കും, അനുഭവങ്ങളായിരിക്കും. ഏതായാലും ചാലിയാറിൻ്റെ തീരങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിൽ ചിലത് നൊമ്പരപ്പെടുത്തുന്നതും ചിലത് കൗതുകമുണർത്തുന്നതും, അതുപോലെ കായിക രംഗങ്ങളിൽ പ്രശോഭിച്ച് നിൽക്കുന്ന താരങ്ങളൊക്കെയും ചാലിയാറിനെ തഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെയും ചാലിയാർ തഴുകിയിട്ട് പോയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പയ്യെ അറിയാം. അതിനു വേണ്ടിയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്.
അപ്പോൾ നമ്മൾ വീണ്ടും ചാലിയാർ പുഴയുടെ ഈ മനോഹരമായ അനുഭവങ്ങൾ തുഴഞ്ഞ് കണ്ട് അറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പിറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദിവാസി കോളനികൾ. പിന്നെ എനിക്കിവിടെ പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളൊരു എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രത്യേകത പറയാം. പല സ്ഥലത്തും നമ്മൾ സാധാരണ കാണുന്നത് ഈ ചരള് ഉരുണ്ടുകൂടുന്ന പുഴയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചണ്ടികൾ ഒക്കെയാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള നിറങ്ങളിലുള്ള പാറക്കല്ലുകളാണ് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മളൊരു അക്വേറിയത്തിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്ത് പ്രത്യേകമായിട്ട് എന്താ പറയുക, നമ്മളെ കരവിരുത് കൊണ്ട് ഉണ്ടാക്കി വെച്ചതുപോലെ ദൈവം പ്രകൃതിയുടെ ഭംഗിക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് പണിത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. പക്ഷേ മഴയത്ത് തുഴയുമ്പോൾ എന്തോ ഒരു സുഖം എക്സ്ട്രാ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾക്കായാലും എനിക്കായാലും മഴ, പുഴ ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പുഴ എന്ന ഈ പ്രോഗ്രാമിലെ പുഴയിലൂടെയുള്ള സഞ്ചാരത്തിൽ ചാലിയാറിൻ്റെ പെരുമാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ മഴ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമുക്കിവിടെ കരക്കടുപ്പിക്കാൻ സമയമായി. ഇവിടെ ഇറങ്ങിയിട്ട് വേണം അടുത്ത സ്വീകരണ കേന്ദ്രമായ തോണിക്കടവ് എന്ന സ്ഥലത്ത് ചെല്ലാൻ. സ്വീകരണ കേന്ദ്രം എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമുക്ക് എന്തായാലും അവിടുത്തെ ഒരുപാട് നല്ല ചരിത്രപരമായ കാര്യങ്ങളും പുഴയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരാൻ കുറച്ച് കൂട്ടുകാർ കാത്തിരിപ്പുണ്ട്. അവരുടെ സ്വീകരണമാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഇവിടെ കരക്കടുപ്പിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ തീരത്ത് എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്. ഏഷ്യയിലെ നമ്പർ 1 സീഡ് ഫാം, അതായത് ഏറ്റവും നല്ല വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം. ഇത് ഇപ്പോൾ കേരള ഗവൺമെൻറ് കയ്യിലാണെങ്കിലും 1790 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ഇവിടെ എത്തി ആ കാണുന്ന മലനിരകൾക്ക് താഴെ റബ്ബർ പ്ലാന്റേഷൻ നടത്തി. അത് പിൽക്കാലത്ത് വളരെ വിജയകരമായി അത്തരത്തിലുള്ള പല പ്ലാന്റേഷനുകളും ഇവിടെ നടന്നു. പിൽക്കാലത്ത് അത് പോർട്ടൻ സാഹിബ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൈമാറുകയും പിന്നീട് ഗവൺമെൻറ്റിലേക്ക് എത്തിപ്പെടുകയുമാണ് ഉണ്ടായത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചാലിയാറിൻ്റെ തീരത്തൂടെ സഞ്ചരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ചരിത്രം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഇതൊന്ന് കാര്യമായിട്ട് ചുറ്റി കാണുക തന്നെ വേണം. അനുമതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അല്ലെങ്കിൽ അടുത്ത സ്ഥലമായ തോണിക്കടവിലേക്ക് നമുക്ക് യാത്രയാവാം. അവിടെ നമുക്ക് നേരത്തെ കിട്ടിയ സമതിനെ പോലെ കൂട്ടുകാർ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ. അപ്പോൾ നമ്മൾ പുഴയോര കാഴ്ചകളും പുഴയിലെ വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് തോണിക്കടവ് എന്ന് പറയുന്ന കടവത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ടി
രണ്ട് സഹോദരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ വഴികളും പറഞ്ഞു തരാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും. പിന്നെ നമ്മൾ കാര്യപ്പെട്ട ഒരു സംഭവം സീഡ് ഫാം, അത് പ്രത്യേകം പരിചയപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് തോണിക്കടവ് നമ്മളെ കാത്തിരിക്കുന്നു. തോണിക്കടവിലേക്ക് ഹായ്. അപ്പൊ ഇവിടെ നമുക്ക് നങ്കൂരമിടാം. നിങ്ങൾ അന്വേഷിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഉഷാറല്ലേ? നമ്മളെ കാത്തിരിക്കുകയാണ്. പേരുകൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ. ജംഷീദ്, നജ്മുദ്ദീൻ, ഷാക്കിർ, ജാഫർ അലി. ജാഫർ അലി ഫുൾ ബോഡി സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, മസിലൊക്കെ വിരിച്ച്. അതാണ്. അപ്പൊ ഒരു കാര്യമായ പദ്ധതിയിൽ തന്നെയാണ്. പുഴയുടെ തീരത്ത്, പുഴയിൽ നമ്മൾ കാണിക്കുന്ന ഒരു മെയിൻ ഹോബിയാണല്ലോ മീൻപിടുത്തം. അപ്പോൾ മീൻപിടുത്തത്തിലാണ് നിങ്ങൾ. അവിടെ വലയിട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. പക്ഷെ അവിടെ കരക്കടുപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങാം അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ ഒഴുക്ക് കൂടുതലാണ്, അതുകൊണ്ട് നമുക്കിവിടെ നിങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടെ ഇറങ്ങിയേക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കരയിലെത്തിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് വലയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ ഇവിടുത്തെ ഒഴുക്കിൻ്റെ ഒരു ശക്തി വളരെ പവർഫുള്ളാണ്. ഒരിക്കലും നമ്മൾ ആ തോണി ഉപയോഗിച്ച് ഇവിടെ വന്നിറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കര പറ്റിയത്. പിന്നെ ഇതിൽ എത്ര മണിക്കൂർ കൊണ്ട് മീൻ വന്ന് പെടും? സാധാരണ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവുമോ, അല്ല തലേന്ന് ഇട്ട് വെച്ച് പിറ്റേന്ന് വരെ കാത്തിരിക്കുമോ? ഇല്ല, അങ്ങനെയല്ല. അത് വലയിട്ടിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം, 2-3 മണിക്കൂർ മറവ് കഴിഞ്ഞ ശേഷം ഇട്ട് വെച്ചാൽ 2-3 മണിക്കൂറിന്റെ 2-3 മണിക്കൂർ. മഴക്കാലത്ത് കൂടുതലായിട്ട് മീൻ ലഭിക്കുന്നതാണ് കേട്ടത് അല്ലേ? ഓക്കെ. എന്തായാലും എനിക്ക് ഈ സ്ഥലത്ത് വരുമ്പം കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വേറൊരു സുഹൃത്തിനെ കിട്ടി, ഈ സ്ഥലത്ത് നിന്ന് വേറൊരാളെ കിട്ടി. ഇനി ഈ പുഴ ചെന്ന് അറബിക്കടൽ ചേരും വരെ ഇതുപോലെ പലരെയും കണ്ട് ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതിനൊറ്റ വാക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ പരദേശി എന്ന് പറയും. നമ്മളിങ്ങനെ എവിടെയും കൃത്യമായിട്ടൊരു എന്താ പറയുക, ഒരു പാർപ്പിടമില്ലാതെ അല്ല ഒരു തമ്പടിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പുഴ എന്ന് പറഞ്ഞ മനോഹരമായ ഈ പ്രോഗ്രാം. അപ്പം റഫി സാഹിബിൻ്റെ ഞാൻ മുഹമ്മദ് റഫി സാഹിബിൻ്റെ വലിയ ആരാധകൻ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പാട്ട് ഞാൻ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് ഞാൻ പാടാം. परदेसियों से न अखियां मिलाना, परदेसियों से न अखियां मिलाना, परदेसियों को है एक दिन जाना, परदेसियों से न अखियां मिलाना. ओ सच ही कहा है पंजीन को, सच ही कहा है पंजीन को, रात को ठहरे तो उड़ जाए दिन को, रात को ठहरे तो उड़ जाए दिन को, आज यहाँ कल वहाँ है ठिकाना, परदेसियों से न अखियां मिलाना, परदेसियों से न अखियां मिलाना. അപ്പം എന്തായാലും പരദേശികൾക്ക് അല്ലെങ്കിൽ ഇത്തരം യാത്രക്കാർക്ക് ഒരു കൃത്യമായ പാർപ്പിടമില്ല. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പുതിയ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട്.
ഇവിടെ ഏത് തരം മീനുകളാണ് നിങ്ങൾക്ക് സാധാരണയായിട്ട് ധാരാളമായിട്ട് കിട്ടുന്നത്? ഇതുപോലുള്ള മീനുകളാണ് എന്ത് നേരം പേര്? കല്ലങ്കാരി. കല്ലങ്കാരി പേരിൽ ഞങ്ങൾ പറയും. ഓക്കെ. എന്തായാലും കല്ലങ്കാരി മീനുകൾ ധാരാളമായി കിട്ടും. നല്ല ടേസ്റ്റിയാണത്. ചുട്ട് തിന്നാനും കറി വെച്ച് തിന്നാനൊക്കെ വളരെയധികം രുചി അധികമുള്ള ഒരു മീനാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ഇൻഷാ അല്ലാഹ് ഇവർ തരികയാണെങ്കിൽ വലയിൽ കുടുങ്ങട്ടെ. ഇനി നാളത്തെ ദിവസം അടുത്ത സ്ഥലത്ത് കൊണ്ടുതരികയാണെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാം. അപ്പോൾ അടുത്ത പുഴ ചെന്ന് ചേർന്ന നീർപ്പുഴ എന്ന് പറഞ്ഞ ഒരു കൈവഴി പുഴ കൂടി നമ്മുടെ ചാലിയാറിലേക്ക് ചേർന്ന് ഇത്തിരി വ്യാപ്തിയോടുകൂടി ഒഴുകാൻ തുടങ്ങുന്ന അടുത്ത സ്ഥലത്തേക്ക്, നീർപ്പുഴ ചേരുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ്. തൽക്കാലം എൻ്റെ പ്രിയ സഹോദരങ്ങളൊരു യാത്ര പറയുന്നു. വീണ്ടും കാണാൻ വിധി ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ചാലിയാറിലൂടെയുള്ള മനോഹരമായ ഈ യാത്രയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വലതുഭാഗത്തൂടെ ചാലിയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും. തമ്പുരാട്ടിക്കല്ല് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അതിനൊരു പ്രത്യേക ചരിത്രം തന്നെ ഈ നാട്ടുകാർക്ക് പറയാനുണ്ട്. ഒരു തരം പ്രത്യേകതരമായൊരു നിലാവിൽ പ്രകാശിക്കുന്ന ഒരു കല്ല് ഈ ചാലിയാറിൻ്റെ തീരത്തുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ തുല്യമായി അല്ലെങ്കിൽ ദൈവികതയുള്ള ഒരു വസ്തുവായി അന്നത്തെ കാലത്തുള്ള ആളുകൾ കാണുകയും അവരെ അത് വല്ലാതെ ആകർഷിച്ചപ്പോൾ അതിലേക്ക് ആരാധനാപൂർവം ആളുകൾ കടന്നു ചെല്ലുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ വന്ന സമയത്ത് അത് പിൽക്കാലത്ത് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ ഉടമസ്ഥന് കൈമാറ്റം ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയോ മറ്റോ ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാവണം ഇതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയ അത് പണ്ടെങ്ങാണ്ട് ഒരു ഉൽക്കയുടെ വീഴ്ചയിൽ നിന്ന് പൊട്ടിത്തെറിയിൽ നിന്ന് ഉണ്ടായ ഒരു കല്ലിൻ്റെ അംശമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് എന്നുള്ള തിരിച്ചറിവുള്ള ശാസ്ത്രീയപരമായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ ആളുകൾ ഇവിടെ നിന്നും അത് വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. എങ്കിലും ആ ഒരു സ്മരണ എന്നോണം ഇന്നും ഈ സ്ഥലം അറിയപ്പെടുന്നത്, ഈ ഒരു അന്തരീക്ഷമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം അറിയപ്പെടുന്നത് തമ്പുരാട്ടിക്കല്ല് എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് നീർപ്പുഴ അതിൻ്റെ ഉത്ഭവസ്ഥാനം തേടിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത്രയും തെളിഞ്ഞൊഴുകുന്ന ചാലിയാറിനോട് ചേരുന്ന സമയത്തും അതിൻ്റെ ആ തെളിമ നഷ്ടപ്പെടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർപ്പുഴ എന്ന മനോഹരമായ ആ പുഴയുടെ ഉത്ഭവസ്ഥാനം തേടിയുള്ള യാത്രയാണ് ഇനി. ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ ഈ പച്ചപ്പ് പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സും ഞങ്ങൾക്ക് സ്നേഹോഷ്മമായ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലായി. അതുപോലെ ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴും അതിൻ്റെ ഒരു പ്രതീതി അനുഭവപ്പെട്ടു.
വളരെയധികം ഹൃദ്യമായ അനുഭൂതിയായിരുന്നു. ഏതായാലും നീർപ്പുഴയിലേക്ക് പുറപ്പെട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ് കുറേ സ്കൂൾ കുട്ടികളൊക്കെ കണ്ടു. ഈ ഗ്രാമവും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എഴുതിയ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് വെച്ചു. ഭാരങ്ങളില്ലാത്ത ബാല്യകാലം, ഭാവ മനോഹര ഓർമ്മക്കാലം, ഭാരങ്ങളില്ലാത്ത ബാല്യകാലം, ഭാവ മനോഹര ഓർമ്മക്കാലം, പൂത്തുമ്പിച്ചാഞ്ചാടും പൂവാടിയിൽ പൂമീനുകൾ പായും നീർപ്പൊയ്കയിൽ ആവേശമാമോദം പോയ കാലം, ആഘോഷമാനന്ദം പെയ്ത കാലം, പുലരിച്ചിരിയുടെ കനകവെയിലിന് കൂട്ടുകാരായി, പകലിനിടയിൽ കുയിലിനൊരുമിച്ചു പാട്ടുകാരായി, ഭാരങ്ങളില്ലാത്ത ബാല്യകാലം, ഭാവ മനോഹര ഓർമ്മക്കാലം, ശീതളം തൂമഞ്ഞു തൂകിയ പാതിരാവുകളിൽ ലാളനം എന്നമ്മ തഴുകിയ നല്ലൊരോർമ്മകളിൽ മികവിൽ നെയ്തൊരു കഥകളിൽ മിഴികൾ പൂകിയ കൗതുകം, അലിഞ്ഞുറങ്ങിയ രാത്രിയിൽ അകലെ മിന്നിയ താരകം, ഭാരങ്ങളില്ലാത്ത ബാല്യകാലം, ഭാവ മനോഹര ഓർമ്മക്കാലം. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ, ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനിലാത്തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും